10 ഫീറ്റിൽ മതിലുണ്ടാക്കിയാൽ മെക്സിക്കോ നിന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു 11 നമ്മൾ 11 ഫീറ്റിൻ്റെ ഒരു ഏണി അവർ ഉണ്ടാക്കി അങ്ങോട്ട് ചാടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അവർ അവരെ ഗൺസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ദിവസേന ഇന്ന് തന്നെ 2 മണിക്ക് ന്യൂസ് ഞാൻ നോക്കുകയാണ്. ഒരു ഫ്ലോറിഡയിൽ ഒരു 8 ആളിലെ ഒരാൾ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൺസ് ദേഹ പ്രോബ്ലം, ഡ്രഗ്സിൻ്റെ അവിടെ പ്രോബ്ലം ഉണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ട്രാഫിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്രയും ശ്രദ്ധയോടുകൂടി വേറെ ഏതൊരു സംസ്ഥാനത്തിൻ്റെ കാര്യം ആരും നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അല്ല, ഞാൻ അവിടെ പോയപ്പോഴും കണ്ടിരുന്നത് ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ നേരെ ഒരു പ്ലെയിൻ വന്ന് വിത്തിൻ മിനിറ്റ്സ് ആ വാഹനം എടുത്ത് മാറ്റി. ഞങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ആക്സിഡൻറ്റ് പോലും നടന്നില്ല. ഒരു ഈ നമ്മുടെ ഫ്രണ്ട് വീൽ അളക്കി നമ്മുടെ അതോ ഒരു ഏതൊരു ബ്രേക്ക് കൊണ്ട് ആ ഫ്രണ്ട് വീൽ കളഞ്ഞു പോയിന്ന്. അവിടെ ഒരു 60ഓളം പോലീസുകാർ, 2-3 ഷെരീഫുമാർ, ഒരു ഹെലികോപ്റ്റർ എല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എത്രയും പോയതിനെ കൊണ്ട് ഒരു വലിയ അപകടം ചിലപ്പോൾ നടന്നായിരിക്കും. അവിടെ ഒന്നുമില്ല, ആകെ ഒരു ചെറിയ അപകടം. അവരുടെ ചെറിയ അപകടമാണോ വലിയ അപകടമാണോ അതിൻ്റെ അവർക്ക് വ്യത്യാസമില്ല. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. അവരുടെ നെയിം പ്ലേറ്റിൽ, അവരുടെ നമ്പർ പ്ലേറ്റിൽ അവരുടെ ഇൻഷുറൻസ് ഡേറ്റ് എഴുതാൻ അവർ ബാധ്യസ്ഥനാണ്. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് മാത്രമല്ല, ഇൻഷുറൻസ് ഡേറ്റ് എത്രയാണെന്ന് അത് അവർ എഴുതി വച്ചിരിക്കുകയാണ്. ആ ഇൻഷുറൻസ് ഡേറ്റ് നോക്കിയിട്ടാണ് അത്. അപ്പോൾ തന്നെ അവർ ഈ ട്രാഫിക്കാർ എല്ലാ വാഹനങ്ങളെയും നിർത്തണമെന്ന് വേണമെന്നൊന്നുമില്ല. ആ നമ്പർ മാത്രം നോക്കി, ആ കമ്പ്യൂട്ടറിലേയും നോക്കി അവർ നോക്കും ഇയാൾ ഈ ഇൻഷുറൻസിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലയാളിത് സമയം കഴിഞ്ഞു പോവുകയാണ്. അടുത്ത ഇൻഷുറൻസ് അതിൽ എഴുതിയിരിക്കുകയാണ് May 2015. അപ്പോൾ May 2015 May 2014 എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഈ മെയ് മാസത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വർഷം അടുത്ത മേയിൽ അവർ തന്നില്ലെങ്കിൽ അത് നമുക്ക് വലിയ ശിക്ഷയൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ തന്നെ ഗൾഫ് ആയാലും അമേരിക്ക ആയാലും അവിടെ നിയമങ്ങളും നോക്കി നടക്കുന്നവർ ഇവിടെ നമ്മൾ ഇതൊരു പുച്ഛമായിട്ടൊന്നും കാണാതെ ഇതെന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ യാതൊരു വിലയില്ല. ഹെൽമെറ്റ് ഇല്ലാത്തയോ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തയോ നമ്മൾ വണ്ടി ഓടിച്ചാൽ ഒരു ദിവസം നമ്മൾ അപകടത്തിൽപ്പെട്ടു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നാട് മുഴുവൻ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടും ഞാൻ ഈ രീതിയിൽ പോയാൽ എനിക്കൊന്നും സംഭവിക്കില്ല. ഇങ്ങനെയുള്ള ധാരണ നമുക്ക് താങ്കളുടെ ഹെൽമെറ്റ് സാധാരണ ഉള്ള സാധനങ്ങൾ പോലെ ഹെൽമെറ്റ് ഇപ്പോൾ ഒരു കോമൺ ഇതായിട്ട് മാറി കേരളത്തിൽ. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിൽ താങ്കൾ ചെയ്ത ആദ്യത്തെ ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തു. പക്ഷെ പിറകിൽ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ലീഡർഷിപ്പ് വരെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. നമ്മൾ ഞാനൊക്കെ നോക്കിയാൽ 2001-2005 ഒരു നിയമമുണ്ട്. അതിനകത്ത് സീറ്റ് നമ്മുടെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കണം പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നിയമമാണ്. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത്, ഒരു 3-4 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ഇടാനുള്ള 2 ആൾ വെച്ചാൽ മതി. 2 ആൾ ഏതായാലും വെച്ചാൽ മതി. ഉള്ളൂ. അത് അതിനകത്ത് വന്നിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ്സിൽ അതിനെക്കുറിച്ച് 2 വാദം ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണം എന്നാണ് ഞാൻ കണ്ടത്, ഒരു വാഷിങ്ടൺ സ്റ്റേറ്റിൽ. പക്ഷെ മറ്റു പല സ്റ്റേറ്റിലും ഇല്ലെന്ന് പറയുന്നു. എന്താണ് അവരുടെ സ്റ്റേറ്റുകളിൽ ഇന്ത്യ പോലെ അല്ലല്ലോ. ഇന്ത്യയിൽ ഒരു പാർലമെൻറ്റ് ഒരു ആക്ട് ഉണ്ടാക്കിയാൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകം. അവർ ഫെഡറൽ സ്റ്റേറ്റാണ്. അവിടെ ഉദാഹരണത്തിൽ വാഷിങ്ടൺ സ്റ്റേറ്റിൽ ഒരു ഗൺ എടുത്തിട്ട് പുറത്ത് റോഡിൽ നടക്കാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ട്. അതേസമയം പിന്നെ മറ്റേ ഈ അവരുടെ ഈ സദേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ടെക്സാസ്, ഇങ്ങനെയൊക്കെയുള്ള ലൂയിസിയാന, ഇങ്ങനെ അവരുടെ സ്റ്റേറ്റിലോ അവർക്ക് അങ്ങനെ നിയമമൊന്നുമില്ല. ഇപ്പോൾ അവരുടെ 2 സ്റ്റേറ്റ്, കൊളറാഡോ പിന്നെ വേറെ ഒരു സ്റ്റേറ്റുണ്ട്, അവർ ചെറുതായിട്ട് ഈ ഡ്രഗ്സിൻ്റെ പ്രോബ്ലം കൂടിയത് കൊണ്ട് ആവശ്യത്തിന് ഒരു ഡ്രഗ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസി തന്നെ ഇപ്പോൾ കൊടുക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. 2 സ്റ്റേറ്റ്സിൽ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ മറ്റേ സംസ്ഥാനങ്ങളിൽ നിന്ന് ആ സ്റ്റേറ്റിലേക്ക് പോയ ആളുകൾക്ക് ഇഷ്ടംപോലെ ഡ്രഗ് എടുത്തിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ തന്നെ ബാക്ക് സീറ്റിൽ ബെൽറ്റ് കെട്ടണമെന്നുള്ളൊരു നിയമത്തെക്കുറിച്ച് ആലോചിക്കുന്നു. താങ്കളുടെ ഒരു നിയമം മീൻസ് അത് എൻഫോഴ്സ് ചെയ്യണമെന്നുള്ള അത് താങ്കളുടെ ഒരു നിലപാടിനുള്ള സപ്പോർട്ടല്ലേ അത്? അതെ, ഹാപ്പി. നമ്മൾ ഈ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ ആളുകൾ വളരെ നമ്മുടെ ആളുകളുടെ അപകടത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണ കുറയ്ക്കുക, അത് മാത്രമല്ലേ നമ്മുടെ ഉദ്ദേശം. അത് നിയമങ്ങൾ അത് ശക്തമാക്കിയാൽ ആ രീതിയിൽ നടന്നതാണെങ്കിൽ നടക്കട്ടെ.
നമ്മൾ ഹെൽമെറ്റ് എന്തിനാണ് ഹെൽമെറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ പറയുന്നത്? കാരണം 70% വാഹനങ്ങൾ ടു വീലേഴ്സാണ്. 5000 ഏകദേശം വാഹനങ്ങൾ കേരളത്തിൽ ദിവസേന ഇപ്പോൾ റോഡിൽ പുതുതായിട്ട് ഓരോരോ ദിവസത്തിൽ 5000 വാഹനം റോഡിൽ ഇറങ്ങുകയാണ്. 5000 വാഹനത്തിൽ 70% വാഹനങ്ങൾ ടു വീലേഴ്സാണ്. ബാക്കി 30% വാഹനങ്ങൾ കാറ്, ട്രക്ക്, പിന്നെ വലിയ വാഹനമൊക്കെയാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ, അപ്പോൾ ഈ ആളുകൾ ഈ ദിവസേന ഈ 70% ഓടിക്കുന്ന ആളുകൾ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ, അതായത് ഹെൽമെറ്റ് മാത്രം വെച്ചിട്ട് വണ്ടി ഓടിച്ചാൽ അവരുടെ മരണം കുറവാണെങ്കിൽ ആയിക്കോട്ടേന്ന് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, അന്നൊരു ആക്ഷേപം നേരത്തെയൊക്കെ ഇതിനെ എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താങ്കളുടെ കാലത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് ഇത് ഹെൽമെറ്റ് കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ആക്ഷേപം. താങ്കൾക്കും അറിയാമല്ലോ അതിന് ഒരു പ്രസക്തിയുണ്ട്. നമ്മൾ ഒരു സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. കമ്പനി നോക്കണോ, നമ്മുടെ ISI നോക്കണോ, അത് ഹെൽമെറ്റ് നോക്കണമെന്നാണ്. അതിന് ഹെൽമെറ്റ് നോക്കിക്കൂടെ? ഹെൽമെറ്റ് ഏത് തരത്തിലുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ, പ്ലാസ്റ്റിക് പോലെ വെച്ചിട്ട് ഫേക്ക് ചെയ്തിട്ടുള്ള ഫേക്ക് ആണെങ്കിൽ അവരോട് പറയാം, നിങ്ങൾ ഇത് വെക്കാൻ പാടില്ല, നിങ്ങൾ അന്ന് പ്രോപ്പറായ ഹെൽമെറ്റ് നിങ്ങൾ വെക്കണമെന്ന്. നേരത്തെ ഹെൽമെറ്റിന് കമ്മി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹെൽമെറ്റിന് കമ്മി ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് നേരത്തെ ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇനിയും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പ്രസക്തി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും മറ്റേ വൈദ്യുതി ബോർഡിൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ, വൈദ്യുതി ബോർഡിൽ ട്രാൻസ്മിഷൻ ലോസ് ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ട്രാൻസ്മിഷൻ ലോസിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ റിയൽ ഇത് തെഫ്റ്റാണ്, മോഷണമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ തെഫ്റ്റ് നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ല, വലിയ വലിയ കമ്പനികളും വലിയ വലിയ സ്വകാര്യ കമ്പനികളടക്കമുള്ള ഈവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ചെയ്യുന്നു എന്നാണ് ആക്ഷേപം. കാരണം നഷ്ടത്തിലോടുന്ന കമ്പനികൾ അടക്കം ഇത് ചെയ്യുന്നു. അപ്പോൾ താങ്കളെ പോലൊരാൾക്ക് ഇത് വീണ്ടും ഒരു തലവേദന ചലഞ്ചല്ലേ? കാരണം ഈ വലിയ വലിയ കമ്പനികളെ കയറി പിടിക്കാം, സ്വാഭാവികമായിട്ട് അവരുടെ ലൈസൻസ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഇതൊരു വലിയൊരു ഹെഡേക്ക് ആണ് എന്ന് തോന്നുന്നു? അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 20 മാസങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോഴും അതൊരു ഹെഡേക്കായി എനിക്ക് തോന്നിയില്ല. ഇത് അത് നമ്മുടെ ഒരു ജോലിയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ കാര്യം, ഇതിനകത്ത് ഈ മോഷണം ചെയ്യുന്നത് അത് അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് ഒരു മോഷണം, നമ്മുടെ വൈദ്യുതി മോഷണം നടക്കുന്നത്, വൈദ്യുതി മോഷണവും സാധാരണ ഒരു കള്ളൻ ചെയ്യുന്ന മോഷണം തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ല സമ്പന്നമായ കള്ളന്മാർ ഉണ്ടാവില്ല കേട്ടോ. നല്ല സമ്പന്നമായ കള്ളന്മാർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. ഒരു കള്ളൻ ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് എൻ്റെ ആർത്ഥികമായ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിലേ ഇയാൾ പോയി മോഷ്ടിക്കുന്നേ ഉള്ളൂ. പിന്നെ ശീലമോ ചിലപ്പോൾ ഇയാൾ ശീലമായിട്ട് മാറുന്നത് അത് വേറെ കാര്യം. പക്ഷേ ഇയാൾ ഒരു വലിയ തറവാടക്കാരനോ ഇല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഇങ്ങനെയുള്ള കള്ളന്മാർ വളരെ നമ്മുടെ കേരള നാട്ടിൽ നമ്മൾ ഉണ്ടാവും. അല്ല, അതിനെക്കുറിച്ച് കവി തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറും ഒരു മോഷ്ടാവായി എന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നൊരു പോയം തന്നെ. അതുകൊണ്ട് പക്ഷെ അതേ സമയം വൈദ്യുതി മോഷണം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം ഇതിനെ പൈസയുടെ അഭാവമൊന്നുമല്ല. പൈസയുടെ അഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നാട്ടിൽ ഞാൻ ഈ 20 മാസത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ എല്ലാ വീടുകളും, മിക്കവാറും എല്ലാ തരത്തിലുള്ള വീടുകളും ഫാക്ടറികളും റെസ്റ്റോറൻറ്റ്, ഹോസ്പിറ്റൽ, സിനിമ ഹാളുകൾ എല്ലാം ഞങ്ങൾ നോക്കിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ കുറച്ച് താഴത്തിലേക്ക്, അതായത് ലോവർ മിഡിൽ ക്ലാസ്സിൽ നമ്മൾ ആ വീടുകളിൽ ഞങ്ങൾക്ക് മോഷണം കിട്ടിയില്ല. ഞങ്ങൾക്ക് പിയോന്മാരുടെ വീട്ടിൽ മോഷണമൊന്നും കിട്ടിയില്ല. UDC, LDC, ക്ലാസ് 4th എംപ്ലോയീസ് കുറേ ഉണ്ടല്ലോ. സത്യസന്ധരാണ്. അവർക്ക് അവരുടെ വീട്ടിൽ കണ്ടുമ്പോൾ അവർക്ക് ആകെ വളരെ ചെറിയ ഒരു ഉപയോഗം മാത്രമായിരിക്കും. അവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് മോഷണം കിട്ടിയില്ല. ഞങ്ങളുടെ മോഷണം കിട്ടിയത് ഏകദേശം ചുരുങ്ങിയെങ്കിലും ഒരു AC എങ്കിലും ആ വീട്ടിലും ഉണ്ടായിരുന്നു. കൂടുതൽ മോഷണം കിട്ടിയത് 2-3 AC ഉണ്ടായിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് അതൊരു ശീലമായി പോയി. ചിലപ്പോൾ പിന്നെ ഇവിടെ നോക്കാൻ ആരും വരുമില്ല. നമ്മൾക്ക് നമ്മൾ എന്തും ചെയ്യാം. ആശുപത്രികൾ, സിനിമ ഹാളുകൾ, നമ്മുടെ ഹോട്ടലുകൾ, വലിയ വീടുകളിൽ, വലിയ കമ്പനികളിൽ, അവിടെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ മോഷണം ഇത് ഒരു ശീലമായി പോകുന്നു. അത് മാത്രമല്ല, ഇത് മോഷ്ടിക്കാൻ ഒരു പ്രാവശ്യം തുടങ്ങിയാൽ അത് പക്ഷേ അവർക്ക് ബില്ല് കൊടുക്കാനുള്ള പൈസ ഉണ്ടായില്ല എന്ന് കൊടുത്തിട്ട് മോഷണം ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് ആ കാര്യം മാത്രമേ പറയാറുള്ളൂ. അതൊരു വലിയ ഒരു കമ്പനീൻ്റെ മുതലാളി ആയാലും പിന്നെ ഒരു 5 AC വെച്ച ഒരു വീടിൻ്റെ താമസിക്കുന്ന ആളായാലും
അത് ശരി. പക്ഷേ പാവപ്പെട്ടവരും സാധാരണക്കാരും സിൻസിയർ, സത്യസന്ധരാണ്. കാരണം അവരുടെ വീടുകൾ നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പം കിട്ടില്ല അർത്ഥം കാരണം ആകെ ഈ ആൾക്ക് ഒരു വളരെ കുറച്ച് ഉപയോഗമേ ഉണ്ടാവുള്ളൂ. അതും ഇയാളൊന്നും ഇല്ലാതെ ആക്കിയാൽ അത് പിന്നെ ഇയാൾ ഉടനെ ചിലപ്പോൾ ഇതിന് ശ്രദ്ധയിൽ വരുമല്ലോ. ഇവർ ചെയ്യുന്നത് എന്താണ്? ഇത് ഒരു തരത്തിലുള്ള മോഷണമാണ്. മോഷണം 3-4 തരത്തിലുള്ളതാണ്. ഒന്ന്, വീട്ടിൽ കണക്ഷനില്ല, നമ്മുടെ വേറെ വീട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുന്നു, ആ വീട്ടിന് നമ്മൾ പൈസ കൊടുക്കാതെ നമ്മൾ ആ വിദ്യുത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് അതൊരു മോഷണമാണ്. രണ്ടാമത്തെ മോഷണം പറഞ്ഞു വെച്ചാൽ ഒരു ടാരിഫിൻ്റെ ഒരു ദുരുപയോഗപ്പെടുത്തുക. നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചർ കണക്ഷനിൻ്റെ ആണ് ഏറ്റവും കുറച്ച് പൈസ എടുക്കുക. ഒരു യൂണിറ്റിൻ്റെ 2 രൂപ മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും താഴെ കിടക്കുന്ന ടാരിഫ്. അതിനുശേഷമുള്ള ടാരിഫാണ് വീട്ടിൽ നമ്മൾ ഈ വൈദ്യുതിൻ്റെ ടാരിഫ്. ഏകദേശം 4 രൂപ ഒരു യൂണിറ്റിനാണ്. പിന്നെയാണ് ഈ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കൊമേഴ്ഷ്യൽ യൂസ്, അതൊരു 7.5 രൂപ 8 രൂപ ഒക്കെയാണ്. പിന്നെയാണ് വലിയ HT കണക്ഷൻ, അതായത് വലിയ ഹൈ ടെൻഷൻ, അതൊരു 8 രൂപ അല്ലെങ്കിൽ 9 രൂപ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ പ്രവണത കാണുന്നത് ചെറിയ ടാരിഫിലുള്ള കണക്ഷൻ എടുക്കുക, അത് എടുത്തിട്ട് അതിനേക്കാൾ ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള മോഷണം. മൂന്നാമത്തെ പറയുന്നത് അത് മോഷണം, അത് യു ക്യാൻ സേ ഇറഗുലാരിറ്റി, ഇറഗുലാരിറ്റി. അപ്പം ഞങ്ങളത് പോയി നോക്കുന്നു, അവർ ചെയ്യുന്നു, അതിന് ഒരു കണക്ഷൻ കട്ട് ചെയ്യുന്നു, നമ്മൾ പിഴ ഇടുന്നു,